ഇത് നമുക്ക് തോരൻ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഇന്ന് ഞാനിവിടെ തോരൻ ഉണ്ടാക്കുന്നത് ചെറുപയർ വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ചെറുപയർ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ചെറുപയർ നന്നായിട്ട് കുതിർത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കും. എന്നിട്ട് വേവിച്ചെടുത്തേക്കുന്ന ചെറുപയർ വെച്ചിട്ടാണ് സാധാരണ തോരൻ ഉണ്ടാക്കാറ്. പക്ഷെ അങ്ങനെ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ എന്താണ്ടാവുക, ആ ചെറുപയറൊക്കെ അങ്ങോട്ട് വെന്ത് അങ്ങോട്ട് കുഴഞ്ഞ പോലെയൊക്കെ ആവും. ആ ചെറുപയറിന്റെ കളറൊക്കെ അങ്ങോട്ട് മാറുകയും ചെയ്യും. പക്ഷെ ഞാനിന്ന് ഇവിടെ തോരൻ ഉണ്ടാക്കുന്നത് ചെറുപയർ കുക്കറിലിട്ടിട്ട് വേവിക്കാണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് നമ്മളത് അടുപ്പത്തേക്ക് വെക്കുമ്പോൾ തന്നെ അത് അധികം സമയം എടുക്കാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അത് വെന്താണ്ട് കുഴഞ്ഞു പോവുകയില്ല. അതിന്റെ കളറൊക്കെ ചെറുതായിട്ട് ഒരു പച്ച കളറിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ അത് കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്, താനും കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു ഗ്ലാസ് ചില്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തേക്കുന്നത്. ഈ പയർ ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ പയർ ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പയർ നന്നായിട്ട് കുതിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ തോരൻ വെക്കാൻ പോണതിന് മുമ്പ് ഈ ചെറുപയർ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കും. പക്ഷേ ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കണില്ല. ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പയർ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്രഷ് പയർ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ രാത്രി പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും ഇതേപോലെ ഇങ്ങനെ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ പയർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഫസ്റ്റ് നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് പയറിൻ്റെ മുകളിൽ കുറച്ച് നന്നായിട്ട് വെള്ളം നിൽക്കണം. അല്ലെങ്കിൽ ഈ പയർ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ പയർ നികത്തി വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും ആ പയർ മുകളിൽ ഇങ്ങനെ പയറൊന്നും ശരിക്കും കുതിർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ പയർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒതുക്കിയിട്ട് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടി ചേർക്കണില്ല. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഈ തേങ്ങ ഒതുക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകവും കൂടിയിട്ട് ചേർക്കും. അപ്പോൾ തേങ്ങയും പച്ചമുളകും പിന്നെ ഈ ചെറിയ ജീരകവും കൂടിയും ചേർത്തിട്ടാണ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് എടുക്കുന്നത്. ഒതുക്കിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സായിട്ട് വരും. ഞാൻ ചെറിയ ജീരകം 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ടൈപ്പ് സ്പൂണാണ് ടീസ്പൂണ്. വലിയ ടൈപ്പ് സ്പൂണിന് ടേബിൾ സ്പൂൺ എന്ന് പറയും. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. പിന്നെ അത് തോരനാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, കടുകും വേണം, ഉണക്കമുളകും വേണം. ഞാനിവിടെ ഒരു മീഡിയം സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വേണം. പിന്നെ ഞാനിതിലേക്ക് ഏറ്റവും ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ അതും കൂടിയും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ചിലവർക്ക് അങ്ങനെ സംശയം ഉണ്ടാവും, ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെ ടേബിൾ സ്പൂൺ എന്ന് പറയും, ഈ ചെറുതിനെ ടീസ്പൂൺ എന്ന് പറയും. ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ ഇത്രയ്ക്ക് വ്യത്യാസമുണ്ട്. സാധാരണ നമ്മളിപ്പോൾ കഞ്ഞിക്ക് കുടിക്കുമ്പോൾ ഇതേപോലെ ടേബിൾ സ്പൂണിലായിരിക്കും കഞ്ഞി കുടിക്കുക. കാരണം ടീസ്പൂണിൽ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജീരകം എടുത്തേക്കുന്നത് ടീസ്പൂണിലാണ് എടുത്തേക്കുന്നത്. ഈ തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുക. ഇത് സാധാരണ ഞങ്ങളൊക്കെ ഇതിന് ഉണ്ടമുളക് എന്ന് പറയും. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ മുളകാണ്. പക്ഷേ ഇത് അത്രയ്ക്കാണ്ട് മൂത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് എരിവില്ല. അപ്പോൾ മുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോ. ഇതിലേക്ക് തേങ്ങയും ജീരകവും ചേർക്കുക. ഇപ്പോൾ സാധാരണ ഇപ്പോൾ പുതിയതായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, തേങ്ങ ഒതുക്കി ഇടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്. തേങ്ങ ഒതുക്കി ഇടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. കറക്കിയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പേസ്റ്റ് പോലെ അറിയൊന്നും വേണ്ട. നമ്മളിതിലേക്ക് ചേർക്കണ എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തേങ്ങ ഇപ്പോൾ കറക്റ്റ് ഇത്രയ്ക്ക് അളവ് തന്നെ വേണമെന്നില്ല, നിങ്ങളൊരു ഏകദേശം അളവിൽ ചേർക്കുക. എനിക്ക് തോരനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തേങ്ങ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കറക്കിയിട്ട് ഇപ്പോൾ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ പച്ചമുളകും ജീരകവും എല്ലാം കൂടിയിട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് തോരനാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോഴായിരിക്കുമല്ലോ നമ്മുടെ ഒരു നാടൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഉണക്കമുളകും ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് കരിഞ്ഞ് പോകരുത്, പക്ഷേ കടുക് പൊട്ടയും വേണം, അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ എന്തുണ്ടാവുക, കടുകിനൊരു കൈപ്രസ് ഉണ്ടാവും. ഇതിലേക്ക് സവോളയും കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോളയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. സവോള മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നമുക്ക് സാധാരണ തോരനൊക്കെ വയ്ക്കുമ്പോൾ സവോള അതേപോലെ അങ്ങനെ വഴറ്റിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചു. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. കാരണം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് ചേർക്കണുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ തോരൻ്റെ ശരിക്കുള്ള കളർ കിട്ടില്ല. അപ്പോൾ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അത്രയ്ക്കുള്ള മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. ഈ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. കാരണം ഈ മഞ്ഞൾപ്പൊടി കൊണ്ട് മുരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ മഞ്ഞളിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഈ സവോളയുടെ കൂടെ കിടന്നിട്ടാണ്ട് മുരിയുമ്പോൾ നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട, അതൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ആ കുതിർത്തി വെച്ചേക്കുന്ന ചെറുപയറുണ്ടല്ലോ, ഈ ചെറുപയർ ചേർക്കാം. ഈ പയർ മാത്രമായിട്ട് ചേർക്കാം. നമ്മളിങ്ങനെ കഴുകി വാരിയിട്ട് ഇടുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെള്ളം പോലെ ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളവും തെളിച്ച് കൊടുക്കും. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് അത്യാവശ്യം നല്ലൊരു നനവുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ചും കൂടി വെള്ളവും തെളിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു 5 പ്രാവശ്യം ഞാനിങ്ങനെ തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഒരു 6 പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടിയിട്ട് ഒതുക്കി വെച്ചേക്കുന്നത് അത് ചേർക്കാം. ഇത് ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർക്കണ്ട, ഇതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ നെയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഇതേപോലെ അത്യാവശ്യം ഇതിനകത്ത് നന്നായിട്ട് വെള്ളം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആ ചേർത്തേക്കണ ആ തെളിച്ച് കൊടുത്തേക്കണ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ വലിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും നടുക്കായിട്ട് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം, അത് കഴിഞ്ഞിട്ട് മാത്രം തീ കുറച്ച് വെച്ചാൽ മതി. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒതുക്കിയും വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തള പോലെ വരുന്നുണ്ട്. ഇനി ഞാനിവിടെ ഞാനിപ്പോൾ ഇവിടെ വയ്ക്കുന്ന ബർണർ കുറച്ച് വലിയ ബർണറാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയത്തിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. തീ കുറച്ച് വയ്ക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നന്നായിട്ട് ആവി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതോടെ മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നിങ്ങളിങ്ങനെ തുറന്ന് നോക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ ആവിയൊക്കെ എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഇത് ഒന്നും കൂടിയും ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ ബർണറായതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. രണ്ടാമതും ഒന്ന് ഇളക്കി കൊടുക്കാം.
നല്ല ചൂട്. ഇപ്പോൾ ഇതിനകത്ത് ഈ പയറൊക്കെ വെന്തിട്ടുണ്ട്. ഒന്നും കൂടി ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഇപ്പോൾ ടോട്ടൽ ഒരു 18 മിനിറ്റിൻ്റെ അടുത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ തോരനാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് തീ നിങ്ങൾ ഒരു സമയത്ത് അങ്ങനെ കൂട്ടി വെക്കരുത്. പിന്നെ ഉപ്പൊക്കെ ആയിരുന്നാലും ഏറ്റവും ലാസ്റ്റ് ഈ പയർ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ചേർത്താൽ മതി. ഇത് ശരിക്കും ഇങ്ങനെ ഒരു തോരൻ പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഒട്ടും ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കണമില്ല. ആ പയറിൻ്റെ കളറായിരുന്നാലും അധികം ഒന്നും അങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു പച്ച കളറൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. പിന്നെ ആ പയറിൻ്റെ കളറൊക്കെ ആയിരുന്നാലും അങ്ങനെ ചെറുതായിട്ട് മാത്രം ഒന്ന് മാറിയിട്ടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ പയറായിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ടൊക്കെ റെഡി ആക്കിയിട്ട് വരുമ്പോഴായിരുന്നാലും ഇത്രയ്ക്ക് സമയം തന്നെ എടുക്കും. പിന്നെ ഇത് നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നമുക്കറിയാലോ, ഇങ്ങനത്തെ വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരികയും ചെയ്യും, അടിയിൽ പിടിക്കുകയും ചെയ്യും, പയർ വേവുകയും ചെയ്യില്ല. പിന്നെ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെ ലാസ്റ്റേക്ക് വരുമ്പോൾ ഇപ്പോൾ വേവാണ്ടാവുമ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ പയറൊക്കെ അങ്ങോട്ട് വാടി പോലെ വരികയും ചെയ്യും. അതിനാ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും.